പണ്ട് ഭീകരമായിട്ടുള്ള ഹൈപ്പൊക്കെ കൊടുത്ത് ഒടിയൻ റിലീസായ ശേഷം ഒടിയൻ തകർന്ന് തരിപ്പണമായിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ നടന് ഇനിയൊരു തിരിച്ചുവരവും ഉണ്ടാവില്ല. മോഹൻലാലിൻ്റെ കരിയർ വരെ അവസാനിച്ചു. ഒടിയന് വേണ്ടി ചെയ്തിട്ടുള്ള മാറ്റങ്ങളൊക്കെ കാരണം ഇനി പഴയ മോഹൻലാലിനെ കാണാനും കേൾക്കാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് പൃഥ്വിരാജ് എന്ന ഡയറക്ടർ ലൂസിഫറിലൂടെ നമുക്ക് നമ്മുടെ ലാലേട്ടനെ തിരിച്ചെന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്കിടയിൽ അതിനേക്കാളും മോശം സിറ്റുവേഷനിലൂടെ ലാലേട്ടൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഒരു ഭീകരമായിട്ടുള്ളൊരു ഹിറ്റ് ലാലേട്ടനും അതുപോലെ ലാലേട്ടന് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരേപോലെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് ഒടിയന് ശേഷം ലൂസിഫർ എങ്ങനെ ലാലേട്ടനെ സഹായിച്ചുവോ അതിൻ്റെ ഒരു ഇരട്ടി പവറോടെ പൃഥ്വിരാജ് വീണ്ടും ലാലേട്ടനെ സഹായിച്ചിരിക്കുകയാണ്. ഒരു മോഹൻലാൽ ഫാൻ എന്ന നിലയ്ക്ക് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗൂസ് ബംസ്, അതുപോലെ രോമാഞ്ചിഫിക്കേഷൻ, സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം, ആനന്ദാശ്രു, അങ്ങനെ പറയാൻ ഇനി ഒന്നും ഉണ്ടാവില്ല. അമ്മാതിരി ഫീല് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 5-6 വർഷമായിട്ട് പഴയ ലാലേട്ടൻ്റെ ആ ഒരു എനർജറ്റിക് ആയിട്ടുള്ള സാധനം ലാലേട്ടനെ കാണുമ്പോൾ നമ്മുടെ രോമങ്ങളൊക്കെ എണീറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ടിലൂടെ 2 റൗണ്ട് ഓടുന്ന ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ മറന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോയി ലൂസിഫർ 2 എമ്പുരാൻ ഒന്ന് കണ്ടു നോക്കുക. ലൂസിഫറിൻ്റെ 2ാം ഭാഗം എന്നുള്ള അർത്ഥം മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ 2 ലൂസിഫറിൻ്റെ പവറാണ് ഈ ഒരു പടത്തിന്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒളിച്ചും പാത്തു ഇരുന്നിരുന്ന ആ പഴയ മോഹൻലാൽ ഫാൻ അങ്ങോട്ട് ചാടി എണീറ്റ് ഓടും. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർ ഒരു ഫിലിം മേക്കറുണ്ട്. ആ ഫിലിം മേക്കറിൻ്റെ പവർ എന്താണ് അല്ലെങ്കിൽ റേഞ്ച് എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ എമ്പുരാൻ 2 തിയേറ്ററിൽ പോയി കാണണം. ഇത് തിയേറ്ററിൽ പോയി കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിലല്ലാതെ ഈ സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്തു വെച്ചിരിക്കണേ, എടുത്തു വെച്ചിരിക്കണേ എന്നുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പലപ്പോഴും കാണാൻ പോലും പറ്റില്ല. അത്രയും വലിയ സ്ക്രീനിലാണെങ്കിൽ പോലും കംപ്ലീറ്റ് സ്ക്രീൻ നിറച്ച് സാധനങ്ങൾ അടുക്കി പുറകെ വെച്ചിരിക്കുന്നതാണ്. അത്രയും വലിയൊരു ക്യാൻവാസിൽ ഒരുക്കിയിട്ടുള്ള സിനിമയാണ്. തിയേറ്ററിലൊന്നും കാണാതെ മിസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ റിലീസൊക്കെ വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കൊന്നും പോവാതിരിക്കുക. ഈ സിനിമ കണ്ടിട്ടുള്ള ഒരു 80% ആൾക്കാർക്കും ഇതേ രോമാഞ്ചിഫിക്കേഷൻ പ്ലസ് സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളൊരു മോഹൻലാൽ ആരാധകനാണെങ്കിൽ 100-ൽ 110% സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ഇനി അതല്ല, ഒരു സാധാരണ സിനിമ കാണുന്ന ആളാണെങ്കിലും ഏറെക്കുറെ അതേ ലെവൽ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുക. പക്ഷേ ഒരു 20% ആളുകൾക്ക് മാത്രം എന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല, ലൂസിഫറിൻ്റെ അത്ര റേഞ്ച് വന്നില്ല എന്നോ അതല്ലെങ്കിൽ പ്രത്യേകിച്ച് ലാലേട്ടനെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചില്ല, അങ്ങനെ കുറേ പരാതികളൊക്കെ പറഞ്ഞ് സിനിമ ഇഷ്ടപ്പെടാത്തൊരു 20% ആൾക്കാരുണ്ട്. അത് അവരുടെ ഇഷ്ടമാണ്. അത് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ റിക്വയർമെൻറ്റ്സും അവരുടെ താല്പര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ്. പക്ഷേ മെജോറിറ്റി ആളുകൾക്കും ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ അല്ലെങ്കിൽ ലൂസിഫർ ഇഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഉള്ളൊരു സിനിമയാണ്. ഏതൊരു സിനിമയുടെ ആണെങ്കിലും സെക്കൻഡ് പാർട്ട് ഇറങ്ങുമ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുള്ളൂ. KGF 2, ബാഹുബലി 2 അങ്ങനെ 1-2 സിനിമകളാണ് ആ എക്സ്പെക്റ്റേഷൻ്റെ മേലെ പോയിട്ടുള്ള സിനിമകളുള്ളൂ. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൂസിഫറിൻ്റെ മേലെ പോയിട്ടുണ്ട് പല സ്ഥലത്തും, അല്ലെങ്കിൽ ലൂസിഫറിനേക്കാൾ കൂടുതൽ മൊമെൻറ്റ്സ് ഉണ്ട് ഈ സിനിമയിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ലൂസിഫർ ഒരു ക്ലാസ് പ്ലസ് മാസ് എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിൽ ഇതിൽ ക്ലാസ് എലമെൻറ്റ്സ് ഉണ്ട്, പക്ഷേ മാസ് എലമെൻറ്റ്സ് ഹെവിയാണ്. പണ്ട് ശ്രീകുമാർ മേനൻ ഒടിയൻ്റെ സമയത്ത് പറഞ്ഞ പോലെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു മാസ് എൻ്റർടൈനറാണ്. ആ സാധനം ഈ എമ്പുരാൻ്റെ കാര്യത്തിൽ കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് എലമെൻറ്റ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചിലപ്പോൾ മാസ് കൂടുതലായി പോയി എന്നുള്ളതിൻ്റെ പേരിൽ ഇഷ്ടപ്പെടാതിരിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ പോലും മുരളി ഗോപി എന്ന് പറയുന്ന റൈറ്റർ, അങ്ങേർക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടും അത് വിളിച്ചു പറയാനുള്ള തൻ്റെ ഉള്ള ആളാണെന്നുള്ളത് പല അങ്ങേരുടെ സിനിമകൾ വഴി നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ലെഫ്റ്റ് ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ടിയാൻ പോലുള്ള സിനിമകളിലൊക്കെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമയാണ്. പിന്നെ എമ്പുരാൻ 2 പോലൊരു സിനിമയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് അത്തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കുന്നത്. ആ പൊളിറ്റിക്കൽ എക്സ്പ്ലനേഷനിലും അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിലും അസഹിഷ്ണുതയുണ്ടാകുന്ന, സാധാരണഗതിയിലൊക്കെ ഇത്തരം സിനിമകൾ വരുമ്പോൾ അസഹിഷ്ണുത കാണിക്കുന്ന അതേ ആളുകൾക്ക് ഈ സിനിമയുടെ കേസിലും അതേ അസഹിഷ്ണുതയും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയും വിരോധമൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു പരിധി വരെ തോന്നി തുടങ്ങി എന്നുള്ളത് പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മോഹൻലാൽ ഫാനാണോ, ഒരു സാധാരണ മാസ് എൻ്റർടൈൻമെൻറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ആളുകളാണെങ്കിൽ 100% ഉറപ്പോടെ എമ്പുരാന് ടിക്കറ്റ് എടുക്കാം. ഇതിൽ പൃഥ്വിരാജും മോഹൻലാലും കൂടി കാണിച്ചു വെച്ചിട്ടുള്ള കുറച്ച് ഏർപ്പാടുകളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ പൃഥ്വിരാജിന് അഡീഷണൽ ആയിട്ടൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ലൂസിഫറിൽ ചെയ്ത് സക്സസ്ഫുൾ ആക്കിയിട്ടുള്ള അതേ സംഭവങ്ങൾ ഒന്നുകൂടി റിഫൈൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ലൂസിഫറിൽ വർക്കായതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എമ്പുരാനിലും സംഭവങ്ങൾ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു പൊട്ടൻഷ്യൽ. നമ്മൾ സാധാരണ പറയുന്ന മലയാളത്തിലെ ഏറ്റവും നല്ല ഡയറക്ടർ എന്നുള്ളതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സിൽ പെടുത്താൻ പറ്റുന്ന ഒരു ഐറ്റം പൃഥ്വിരാജിൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇനിയിപ്പോൾ ഹിന്ദിയിൽ നിന്നും തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഒക്കെ വലിയ വലിയ നടന്മാർ പൃഥ്വിരാജിനെ വെച്ച് പടം എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കും.
ഒറ്റ കാര്യം പറയാനുള്ളൂ, നല്ല തിയേറ്ററിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന, പൂക്കി വിളിക്കാനും നിലവിളിക്കാനൊക്കെ പറ്റുന്ന ഫാൻസിൻ്റെ ഇടയിലിരുന്ന് ഈ സിനിമ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീല് ജയിലറൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 4-5 ഇരട്ടി സംഭവങ്ങൾ കിട്ടാനുള്ള പരിപാടി സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. മിസ് ചെയ്യാതിരിക്കുക. തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.